ഹലോ, എല്ലാവർക്കും ബി ആർ ഒ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 കിലോ തൂക്കം വരുന്ന ചിക്കനാണ്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂട്ടി തിരുമ്പി വെച്ച് ഒരു ചീഞ്ചട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട്. അടപ്പത്തൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ കുറച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് വറുത്തെടുത്തത്. അപ്പോൾ അത് കാരണം ഒറ്റയടിക്ക് നമുക്ക് വറുക്കാൻ പറ്റില്ല. അതിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചില്ല. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചത് വേസ്റ്റാക്കി കളയണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അത് കാരണം 2 പ്രാവശ്യമായിട്ടാണ് വറുത്ത് എടുത്തത്. നമുക്ക് ഇതിലേക്ക് ഗ്രേവി ആക്കാനുള്ള സാധനങ്ങൾ ആവശ്യമുള്ളത് 7 പച്ചമുളക്, ഒരു വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേപ്പിൻ്റെ ഇല, 1 ടേബിൾ ടീസ്പൂൺ മുളകും പൊടി, 1 ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, 2 ടീസ്പൂണ് ചിക്കൻ മസാല. നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഗ്രേവി ആക്കാനായിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ 5 സവോള അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. 5 സവോള അരിഞ്ഞ് വെച്ചത് അതിലിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് ഒരുവിധം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് ഇളക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടിയും ഇട്ട് നമുക്ക് നന്നായി ഇളക്കി ഈ തക്കാളി വെന്തലിയണ വരെ നമുക്കിതിലേക്ക് ഇത് ഇങ്ങനെ ഇളക്കി എടുക്കാം. വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ഇടണം. അത് നടുവിലേക്ക് നമ്മൾ നീക്കിയിട്ട് സെൻറ്ററിലാക്കിയിട്ട് നമുക്ക് മസാല ഇടാം. അത് നന്നായി ഉടഞ്ഞ് കഴിയുമ്പോൾ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മുളകും പൊടി 1 ടീസ്പൂൺ ഇട്ടു. 1 ടേബിൾ ടീസ്പൂണാണ് കേട്ടോ. മല്ലിപ്പൊടി 1 ടേബിൾ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, ഗരം മസാലയും ഒരു ചെറിയ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിട്ട് നന്നായി ഇളക്കി അതൊരു പച്ചമണം ഒക്കെ പോവാണ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് മൂക്കണ വരെ നന്നായി ഇളക്കാം. ഇതിൽ ഞാൻ ഒന്ന് കാണിച്ചിട്ടില്ല. ഞാൻ 1.5 മുറി നാളികേരപ്പാൽ പിഴിഞ്ഞ് കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ ചേർക്കണം. അത് ചിക്കനിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് നാളികേരം പാൽ, ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ഉള്ളത് 1 കപ്പ് നാളികേരം പാലെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ചിക്കനിട്ട് അത് നന്നായി ഇളക്കി എല്ലാവിടെയും ഈ മസാല ഗ്രേവി എല്ലാവിടെയും എത്തി കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണ 1 കപ്പ് നാളികേരം പാൽ ഇതിലൊഴിച്ച് വറ്റിച്ച് ഈ രീതിയാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ബിരിയാണിക്കൊപ്പം കഴിക്കാം, അപ്പത്തിനൊപ്പം കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം.